Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumod and welcome to Thattikoottu Setup-Ep episode 17. So നമ്മുടെ സെറ്റപ്പിലും ചെറിയ ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടാകും. ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഓവറോൾ സെറ്റപ്പും കംപ്ലീറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. ബാക്കിൽ കാണുന്ന TV ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു എന്റെ PC ആദ്യം ഇരുന്നിരുന്നത്. സോ ഇപ്പം ഞാൻ അത് കംപ്ലീറ്റ്ലി മാറ്റി ഈ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. സോ ഈ സൈഡ് കംപ്ലീറ്റ്ലി ഇപ്പൊ എന്റെ ഏരിയ ആണ്. ഇവിടെ പുതിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. പഴയ ടേബിൾ ആണ് ബാക്കിലുള്ളത്. സോ അതിലായിരിക്കും PC ബിൽഡ് ചെയ്യുന്നത്. കാരണം ഇതുവരെ ഒരു ടേബിൾ ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. PC ബിൽഡ് ചെയ്യാനും ഞാൻ നോർമൽ PC യൂസ് ചെയ്യുന്ന എല്ലാ ഒരേ ടേബിളിലായിരുന്നു. സോ ഇപ്പോൾ എന്തായാലും 2 ടേബിൾ ആയിട്ടുണ്ട്. സോ അതെന്തായാലും എന്റെ സെറ്റപ്പ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഒരു നല്ലൊരു PC ബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന PC. അത് കേസിനകത്താക്കിയിട്ടൊന്നുമില്ല, അത് പുറത്ത് വെച്ച് യൂസ് ചെയ്യുവാണ്. സോ ഇതിനെ നല്ലൊരു കേസിലാക്കി കുറച്ചുകൂടി നല്ല ഗ്രാഫിക്സ് കാർഡ് വാങ്ങി അപ്ഗ്രേഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ സെറ്റപ്പ് ഒക്കെ ഒന്നും അറേഞ്ച്മെന്റ്സും മൊത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും ടേബിൾ മൊത്തം ഇതായിട്ട് മെസ്സി ആയിട്ട് കിടക്കുവാണ്. സോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ എല്ലാം ചെയ്യുന്നത്. സോ എന്തായാലും ഫോർ ടൈം ബീങ് എന്റെ തട്ടിക്കൂട്ട് സെറ്റപ്പ് ഒന്ന് സൈഡിൽ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സെറ്റപ്സിലോട്ട് കിടക്കാം. സോ തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് 17 തുടങ്ങാം. ഓക്കെ, ബിഫോർ വി സ്റ്റാർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, തട്ടിക്കൂട്ട് സെറ്റപ്പ് ഞാൻ ഇപ്പം തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അതായത് ഇതുവരെ വന്ന എൻട്രീസ് എല്ലാം കംപ്ലീറ്റ് ആകുന്നതിനും വരെ പുതിയ എൻട്രീസ് എടുക്കുന്നതല്ല. മേ ബി ഒരു സീസൺ 1 ഒരു എന്താ പറയുക എൻഡിങ് എന്ന് പറയാൻ പറ്റും. ഇതുവരെ വന്നിട്ടുള്ള കംപ്ലീറ്റ് എൻട്രീസ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ട് പുതിയ എൻട്രീസിലോട്ട് പോകുന്നത്. കാരണം വേറൊന്നുമല്ല, കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ട്. കാരണം പലരും ഈവെന്തോ ഞാൻ കുറേ വീഡിയോസ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും പറയുന്നതാണ് തട്ടിക്കൂട്ട് സെറ്റപ്പിൽ നമുക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതിനനുസരിച്ച് വേണം നിങ്ങൾ ഫോട്ടോസൊക്കെ അയക്കേണ്ടതെന്ന്. പക്ഷേ മോസ്റ്റ്ലി പലരും അതങ്ങനെ ചെയ്യാറില്ല. സോ എനിക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആവുന്നുണ്ട് ഇതിന് വേണ്ടി. കാരണം പലർക്കും ഞാൻ തിരിച്ചങ്ങോട്ട് ഇമെയിൽ അയക്കണം, ഇങ്ങനത്തെ ഫോട്ടോസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് വേണം. പലരും ഡീറ്റെയിൽസ് അയക്കും, ഫോട്ടോസ് 1-2 മാത്രമേ അറ്റാച്ച് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ചിലർ ഫോട്ടോസ് മാത്രം അയക്കും, ഡീറ്റെയിൽസ് അയക്കത്തില്ല. സോ എനിക്ക് ഇതിന്റെ പുറകെ ഇമെയിൽസും റിപ്ലൈസും എല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം വേസ്റ്റ് അധികം ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എൻട്രീസ് സ്റ്റോപ്പ് ചെയ്യുവാണ്. സോ ഇപ്പോൾ എന്തായാലും ഐ തിങ്ക് ഒരു 3-4 എപ്പിസോഡിനുള്ള കണ്ടന്റ് ഉണ്ട്. അതായത് അത്രയും എൻട്രീസ് കുറച്ച് പെൻഡിങ് ആയിട്ടുണ്ട്. സോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഇനി വരാനിരിക്കുന്നത് മേ ബി ഒരു സീസൺ 2, കൈൻഡ് ഓഫ് എ സീസൺ 2 എന്ന് പറയാൻ പറ്റും. അതിന്റെ അനൗൺസ്മെന്റ് എന്തായാലും ഞാൻ ഈ സീരീസ് കംപ്ലീറ്റ് ആകുന്ന ടൈമിൽ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എൻട്രീസ് ഒന്നും എടുക്കുന്നില്ല. ഇനി നെക്സ്റ്റ് ഉള്ളതെല്ലാം പുതിയ ഇമെയിൽ ഐഡിയിലായിരിക്കും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കാൻ പോവാണ്. ബിക്കോസ് തട്ടിക്കൂട്ട് സെറ്റപ്പ് ആക്ച്വലി ഞാൻ ഇത്രയും ഹിറ്റ് ആകുമെന്ന് വിചാരിച്ചില്ല. സോ ഇപ്പോൾ അതിന് റെസ്പോൺസ് നല്ലപോലെ വരുന്നുണ്ട്. സോ ആ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് നമ്മൾ എന്തായാലും കീപ്പ് ചെയ്യണം. സോ അതിനുവേണ്ടിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ വേറൊരു ഡെഡിക്കേറ്റഡ് സെപ്പറേറ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എൻട്രി നമുക്ക് അയച്ചേക്കുന്നത് അജയ് ശങ്കർ ആണ് ഫ്രം കോട്ടയം. സോ ഇന്നത്തെ വീഡിയോയിലെ ഓൾമോസ്റ്റ് എല്ലാ എൻട്രീസും ബജറ്റ് എൻട്രീസ് ആയിരിക്കും. ലോവർ ബജറ്റ് അല്ലെങ്കിൽ ബജറ്റ് കാറ്റഗറിയിൽ വരുന്ന എൻട്രീസ് ആണ്. 44,000 rupees റേഞ്ചിൽ വരുന്ന ഒരു ബജറ്റ് എൻട്രി ലെവൽ ഗെയിമിംഗ് PC ആണിത്. ഇന്റലിന്റെ i3-9100F പ്രോസസർ ആണ്. ഒരു ബേസിക് എൻട്രി ലെവൽ PC ആണ്. പെരിഫറൽസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ ബേസിക് ആണ്. ഗിഗബൈറ്റിന്റെ H310 മദർ ബോർഡ് ആൻഡ് 8GB റാം ആണ് യൂസ് ചെയ്യുന്നത്. ഗ്രാഫിക്സ് കാർഡ് ബേസിക് എൻട്രി ലെവൽ GT 1030 ആണ്. 1TB ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി SSDയുടെ കാര്യം ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ SSD ഉണ്ടോ എന്ന് ഡൗട്ട്ഫുൾ ആണ്. ഇൻ കേസ് SSD ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു SSD മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത് കൂളർ മാസ്റ്ററിന്റെ 550 wattsന്റെ ആണ്. ആൻടെക് NX220 ക്യാബിനറ്റ്, സാംസങ്ങിന്റെ ഫുൾ HD 75 Hz മോണിറ്റർ, നോർമൽ കീബോർഡും നോർമൽ ഡെല്ലിന്റെ മൗസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇന്റൽ i3-9100F ബേസ്ഡ് ഒരു പ്രോസസറും 1030 ആണ് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത്. 9100F ആക്ച്വലി ഇതിലും നല്ല ഗ്രാഫിക്സ് കാർഡ് ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസറാണ്. സോ 1030 ആഡ് ചെയ്തേക്കുന്നത് ഒരു നല്ലൊരു വേർതി കോമ്പിനേഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ. സോ ഇതിന്റെ കൂടെ ഒരു യൂസ്ഡ് 1050 Ti അല്ലെങ്കിൽ 1650 ഓർ ഈവൻ യൂസ്ഡ് RX 570 ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ കോമ്പിനേഷൻ ആയിരിക്കും. കേബിൾ മാനേജ്മെന്റ് ആണ് മെയിൻ ഇഷ്യൂ. ഇൻസൈഡ് ദ ക്യാബിനറ്റ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി മെസ്സി ആണ്. ആൻഡ് ഓൾസോ ഒരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടത്, ഇതിലെ പവർ സപ്ലൈ ആക്ച്വലി തലതിരിച്ച് വെച്ചേക്കുവാന്ന് തോന്നുന്നു. ബിക്കോസ് ഫാൻ സൈഡ് നോക്കുവാണെങ്കിൽ അത് താഴോട്ടാണ് ഫേസ് ചെയ്യേണ്ടത്. സോ ഇത് നോക്കുവാണെങ്കിൽ ടോപ്പിലോട്ടാണ് വെച്ചേക്കുന്നത്. സോ ഐ തിങ്ക് പവർ സപ്ലൈന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ക്യാബിനറ്റ് NX220 നല്ല എയർ ഫ്ലോ അലോ ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് ആണ്. സോ ക്യാബിനറ്റ് നല്ലൊരു ക്യാബിനറ്റ് തന്നെയാണ്. സോ ഓവറോൾ ഒരു ഡീസന്റ് സെറ്റപ്പ് ആണ്. കേബിൾ മാനേജ്മെന്റ് ഒക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, കുറച്ചുകൂടി ഒന്ന് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഗ്രാഫിക്സ് കാർഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ചൊരു നല്ല ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യുന്നത് എത്രയും നല്ലതായിരിക്കും. 8GB റാം ആണ്. സോ മേ ബി 16GB അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ഇൻ കേസ് SSD ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു SSD ആഡ് ചെയ്യാം. സോ ഓവറോൾ ഓക്കെ സെറ്റപ്പ് ആണ്. 44,000 ആണ് ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് പറഞ്ഞേക്കുന്നത്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി ഫ്രം അജയ് ശങ്കർ. നെക്സ്റ്റ് എൻട്രി നമുക്ക് അയച്ചേക്കുന്നത് അദ്വൈത് ആണ് ഫ്രം വടകര. PC പർപ്പസ് പറഞ്ഞേക്കുന്നത് എല്ലാ
ഓൾ പേർപ്പസ് PC ആണ്. പുള്ളി എല്ലാ പേർപ്പസിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു PC ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും Intel i3 9100F ബേസ്ഡ് ഒരു PC തന്നെയാണ്. H310 മദർ ബോർഡ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് 4GB റാം ആണ് ഇതിലുള്ളത്. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ യൂസ് ചെയ്യുന്നത് GT17 ആണ്. സ്റ്റോറേജിന്റെ കാര്യം ആക്ച്വലി ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഫോക്സിന്റെ ക്യാബിനറ്റും ഇന്റഗ്രേറ്റഡ് പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. HPD ആണ് 22F മോഡൽ മോണിറ്റർ ആണ് ഈ കാണുന്നത്. കീബോർഡ് ആൻഡ് മൗസ് സെബ്രോണിക്സിന്റെ ട്രാൻസ്ഫോർമർ മോഡൽ ആണ്. സ്പീക്കേഴ്സും സെബ്രോണിക്സിന്റെ തന്നെയാണ്. ഹെഡ്സെറ്റ് നോക്കുവാണെങ്കിൽ JBLന്റെ T450BT ആണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും ആവറേജ് ഒരു ലോ ബഡ്ജറ്റ് സ്പെക് ആണ്. കേബിൾ മാനേജ്മെന്റ് ഇവിടെയും ആണ് ഒരു മെയിൻ ഇഷ്യൂ. ക്യാബിനറ്റിന്റെ അകത്തെ പിക്സ് എന്തായാലും നമുക്ക് അയച്ചിട്ടില്ല. സോ അത് ഇൻസൈഡ് ദ ക്യാബിനറ്റ് കേബിൾ മാനേജ്മെന്റും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല. PCയിലും മെയിൻലി GPU ആണ് ഒരു ബോട്ടിൽ നെക്കിംഗ് ഫാക്ടർ നമുക്ക് കാണാൻ പറ്റുന്നത്. ബിക്കോസ് ഗ്രാഫിക്സ് കാർഡ് ഇതിൽ യൂസ് ചെയ്യുന്നത് GT17 ആണ് ആൻഡ് 9100Fന്റെ കൂടെ GT17 എന്തായാലും ഒരു കറക്റ്റ് ഓപ്ഷൻ അല്ല. കുറച്ചുകൂടെ ബെറ്റർ ഗ്രാഫിക്സ് കാർഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത് എത്രയും നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ റാം മിനിമം ഒരു 8GB ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൽ 4GB ആണ് യൂസ് ചെയ്യുന്നത്. സോ 8GB അല്ലെങ്കിൽ 16GB നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് പവർ സപ്ലൈ. നിങ്ങൾ ഇൻ കേസ് അപ്ഗ്രേഡ്സ് വേറെ നോക്കുന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ ആദ്യം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. നല്ലൊരു പവർ സപ്ലൈ എടുക്കുന്നത് ഇത്രയും നല്ലതായിരിക്കും. ഇൻ കേസ് ഗ്രാഫിക്സ് കാർഡ് ഹയർ ഗ്രാഫിക്സ് കാർഡ്സ് അല്ലെങ്കിൽ റാമും കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ലോ ബഡ്ജറ്റ് ബേസിക് സെറ്റപ്പ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യുന്നില്ല. ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ എന്തായാലും അപ്ഗ്രേഡ്സ് നിങ്ങൾ ഇൻ കേസ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മെയിൻലി ഹയർ അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ എന്തായാലും ചേഞ്ച് ചെയ്യണം. ബാക്കി കുഴപ്പമൊന്നുമില്ല. 9100F അത്യാവശ്യം ഡീസന്റ് പ്രോസസർ തന്നെയാണ്. ആൻഡ് മേ ബി 2-3 വർഷത്തേക്ക് ഇൻ കേസ് കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോൺഫിഗറേഷൻ തന്നെയാണ്. സോ അതായത് നമ്മുടെ സെക്കൻഡ് സെറ്റപ്പ് ഫ്രം അദ്വൈത്. സോ നെക്സ്റ്റ് കാണുന്ന ഒരു Ryzen APU ബേസ്ഡ് ഒരു ബേസിക് PC ആണ്. Ryzen 5 3400G ബേസ്ഡ് ഒരു PC ആണ്. ഇത് നമുക്ക് അയച്ചേക്കുന്നത് ഫ്രം ട്രിവാൻഡ്രം ശിവജിത്ത് ബീനയാണ്. സോ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് എഡിറ്റിംഗ് ആൻഡ് ഗെയിമിംഗിന് വേണ്ടിയാണ് ഈ PC മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഗിഗാബൈറ്റിന്റെ മദർ ബോർഡ് ആണ് യൂസ് ചെയ്യുന്നത്. മോഡൽ നമ്പർ ആക്ച്വലി നെയിമും കാര്യങ്ങളും സ്പെസിഫൈ ചെയ്തിട്ടില്ല. 16GB റാം ആണ് ഇതിലുള്ളത്. 1TB ആണ് ടോട്ടൽ സ്റ്റോറേജ്. ഇതിലും SSD ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇവിടെ ഞാൻ പറയുന്നത് SSD ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് 120 or 240GB SSD ആഡ് ചെയ്യാം. ഫിംഗേഴ്സ് ബ്രാൻഡിന്റെ ആണ്. നോർമൽ ഒരു ക്യാബിനറ്റ് ആണ് ആൻഡ് ഐ തിങ്ക് ഒബ്വിയസ്ലി പവർ സപ്ലൈ ഇതിൽ ഇന്റഗ്രേറ്റഡ് ടൈപ്പ് ആയിരിക്കും വരുന്നത്. കേബിൾ മാനേജ്മെന്റ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാം. ഇൻസൈഡ് ദ ക്യാബിനറ്റ് അത്ര ഐഡിയ അല്ല, കാരണം ഫോട്ടോസ് അധികം ക്ലിയർ അല്ല. ലോജിടെക്കിന്റെ ബേസിക് കീബോർഡ് ആൻഡ് മൗസ് കോംബോ ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് സാംസങ്ങിന്റെ 24-inch മോണിറ്റർ ആണ് ഈ കാണുന്നത്. ബോട്ട് ബ്രാൻഡിന്റെ സൗണ്ട് ബാറും UPS ന്യൂമറിക് ഡിജിറ്റൽ ബ്രാൻഡിന്റെ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു ബേസിക് PC ആയിരുന്നു ഈ കണ്ടത്. Ryzen 5 3400G ബേസ്ഡ് Vega 11 ഗ്രാഫിക്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു PC ആണ്. സോ ഇൻ കേസ് അപ്ഗ്രേഡ്സ് ഇതിൽ നോക്കുന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാം, കാരണം ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സോ ഇൻ കേസ് സീരിയസ് ലെവലിൽ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളും റെൻഡറിങ്ങും ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് വെക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കേബിൾ മാനേജ്മെന്റ് ഈസ് ആവറേജ്. അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ അധികം പറയുന്നില്ല. ബഡ്ജറ്റ്, ഈ ടോട്ടൽ ബിൽഡിന്റെ ബഡ്ജറ്റ് പറയുന്നത് 45,000 rupees ആണ്. സോ അതായിരുന്നു നമ്മുടെ ശിവജിത്തിന്റെ ഒരു APU ബേസ്ഡ് Ryzen PC. അത്യാവശ്യം ഓക്കെ, കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് തന്നെയാണ്. ക്യാബിനറ്റ് ഇൻ കേസ് നല്ലൊരു അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ക്യാബിനറ്റും കുറച്ച് എയർ ഫ്ലോ ഉള്ള നല്ലൊരു ക്യാബിനറ്റ് എടുക്കുന്നത് എത്രയും നല്ലതായിരിക്കും. ബിക്കോസ് ഐ തിങ്ക് ക്യാബിനറ്റ് ഫിംഗേഴ്സിന്റെ ആണ്. സോ മേ ബി ഫിംഗേഴ്സിന്റെ തന്നെ പവർ സപ്ലൈ ആയിരിക്കും. സോ നല്ല അപ്ഗ്രേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ക്യാബിനറ്റും ഡെഡിക്കേറ്റഡ് സെപ്പറേറ്റ് പവർ സപ്ലൈ എടുക്കുന്നത് എത്രയും ബെറ്റർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് സെറ്റപ്പ് അയച്ചേക്കുന്നത് ആൽഡ്രിൻ മാത്യു ആണ് ഫ്രം കോട്ടയം. സോ പുള്ളി ഈ PC മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗിന് വേണ്ടിയാണ്. എഡിറ്റിംഗ് മോസ്റ്റ്ലി ചെയ്യുന്നത് DaVinci Resolveലാണ് പറഞ്ഞേക്കുന്നത്. സോ ടോട്ടൽ ബഡ്ജറ്റ് ഇതിന്റെയും 45,000 rupees ആണ്. Intel 4th generation ഒരു PC ആണ്. Intel 4th generation 4100 പ്രോസസർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. GTX 750 Ti ഗ്രാഫിക്സ് കാർഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ കാണുന്നത്. 8GB റാം 1TB ആണ് ടോട്ടൽ ഹാർഡ് ഡിസ്ക് പറഞ്ഞേക്കുന്നത്. ഇതിലും SSDയുടെ കാര്യം ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടില്ല. സോ കേസ് വീണ്ടും പറയുവാണ്, SSD ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു SSD ആഡ് ചെയ്യാം. കൂളർ മാസ്റ്ററിന്റെ ടോപ്പ് മൗണ്ടിംഗ് ടൈപ്പ് ഒരു ഓൾഡ് ക്യാബിനറ്റ് ആണ് ഈ കാണുന്നത്. പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത് സ്പാർക്കിൾ 350 വാട്ട്സിന്റെ ഒരു പവർ സപ്ലൈ ആണ്. സ്പാർക്കിൾ ബ്രാൻഡ് ആക്ച്വലി ഇങ്ങനെ ഒരു പേര് തന്നെ കേട്ടിട്ടില്ല. സോ ഐ എം നോട്ട് ഷുവർ എന്ത് പവർ സപ്ലൈ ആണെന്ന്, കാരണം ഇതിന്റെ റേറ്റിംഗും സൂം ചെയ്തിട്ട് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. കോസ്മിക് വൈറ്റിന്റെ കീബോർഡ് മൗസ് കോംബോയും Acer 20-inch ആണ് മോണിറ്റർ ഈ സെറ്റപ്പിൽ ഉള്ളത്. ഓൺ ദ ഹോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ഒരു PC എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിന്റെ ലുക്സ് മാത്രമല്ലല്ലോ, അതിന്റെ അകത്തെ കാര്യങ്ങളും ഇൻസൈഡ് ദ PC എല്ലാം ഒന്ന് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബാക്കി പെരിഫറൽസ് നോക്കുവാണെങ്കിൽ റെഡ് ഗിയർ ഹൈലൈൻ വയർഡ് കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ സ്പീക്കേഴ്സ് ടച്ച് മേറ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതിലെന്തായാലും അപ്ഗ്രേഡ്സ് ഞാൻ അധികം പറയുന്നില്ല. ഇൻ കേസ് ഫുള്ളി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളി ലേറ്റസ്റ്റ് ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ജനറേഷനിലോട്ട് മാറാം. അതല്ല സെയിം PC തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ ഐ തിങ്ക് ഒരു ക്വാഡ് കോർ പ്രോസസറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ബിക്കോസ് ഇപ്പോൾ ഉള്ളത് ഒരു ഡ്യുവൽ കോർ പ്രോസസറാണ്. സോ 4th generation ഒരു യൂസ്ഡ് ക്വാഡ് കോർ പ്രോസസർ എടുക്കാം ആൻഡ് ഒരു ബെറ്റർ ഗ്രാഫിക്സ് കാർഡും കൂടി ആഡ് ചെയ്യാം. ഓൾസോ റാമും ഒരു 8GB എക്സ്ട്രാ ആഡ് ചെയ്യുവാണെങ്കിൽ
അത്യാവശ്യം നല്ല ഡീസൻറ്റ് പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. ഡാവിൻഷി റിസോൾവ് ആണ് യൂസ് ചെയ്യുന്നത്. സോ റിസോൾവ് എന്ന് പറയുന്നത് കൂടുതലും ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ കുറച്ചുകൂടെ ബെറ്റർ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബട്ട് ഡിപ്പെൻസ്, ഇൻ കേസ് ബഡ്ജറ്റ് കൂടുതലുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റം ചേഞ്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അപ്ഗ്രേഡ്സ് നോക്കാം. ബട്ട് മെയിൻലി അപ്ഗ്രേഡ്സ് വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ നല്ലത് എടുക്കണം. പവർ സപ്ലൈ മിനിമം 80+ വൈറ്റ് ഒരെണ്ണം എടുക്കാം. കൂളർ മാസ്റ്ററിന്റെ MW450 നോക്കാം, അല്ലെങ്കിൽ ആൻടെക്കിന്റെ VP450 സീരീസ് നോക്കാം, അല്ലെങ്കിൽ കോസേന്റെ CV ഓർ അറ്റ്ലീസ്റ്റ് VS സീരീസ് ആയാലും നോക്കാം. എന്തായാലും 1-2 മോഡൽസിന്റെ അപ്ഗ്രേഡ്സ് ഞാൻ ഈ പറയുന്നത് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇൻ കേസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. സോ അതായിരുന്നു നമ്മുടെ 4th എൻട്രി ഫ്രം ആൽഡ്രിൻ മാത്യു. ഇവന്തോ കുറച്ച് പഴയ PC ആണെങ്കിലും 4th ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും നല്ല കേപ്പബിൾ ആയിട്ടുള്ള PCs തന്നെയാണ്. സോ അത്യാവശ്യം കുറച്ച് നല്ലപോലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. എന്തായാലും താങ്ക് യു ഫോർ ദി എൻട്രി. നെക്സ്റ്റ് എൻട്രി നമുക്ക് അയച്ചേക്കുന്നത് ഫ്രം തൃശ്ശൂർ ആണ്. അയച്ചത് ആദിത്യ. പേർപ്പസ് ഇതിൽ പറഞ്ഞേക്കുന്നത് ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഈ PC യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു Ryzen APU വിത്ത് GPU കോമ്പിനേഷനിലുള്ള ഒരു PC ആണ്. സോ അപ്ഗ്രേഡ് ചെയ്ത PC ആണ്. ആദ്യം APU ആണ് ബിൽഡ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത ഒരു PC ആണ്. സോ പ്രോസസർ Ryzen 3 3200G ആൻഡ് ഗ്രാഫിക്സ് കാർഡ് 1050 Ti ആണ് യൂസ് ചെയ്യുന്നത്. അത് പിന്നീട് അപ്ഗ്രേഡ് ചെയ്തതാണ്. 8GB 3000 MHz XPG RAM, SUSന്റെ A320 ചിപ്സെറ്റ് ഉള്ള മദർ ബോർഡ്, Seagateന്റെ 1TB ആണ് സ്റ്റോറേജ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇതിലും SSD മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഐ തിങ്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ ബഡ്ജറ്റ് സീരീസിലുള്ളവർ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണിത്, SSD ഒഴിവാക്കിക്കൊണ്ട് ഹാർഡ് ഡിസ്ക് എടുക്കുന്നത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾ ഒരു SSD എടുക്കാനാണ്. സോ ഒരു 1TB ഹാർഡ് ഡിസ്ക് എടുക്കുന്നതിലും നല്ലത് ഒരു 480GB നല്ലൊരു SSD എടുക്കുന്നതായിരിക്കും. ഒരു പ്രൈമറി സ്റ്റോറേജ് ആയിട്ട് SSD എടുക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരു SSD ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം പെർഫോമൻസിലാണ് ഇൻക്രീസ് വരുന്നതെന്ന്. സോ ഇവൻ ദോ ബഡ്ജറ്റ് കുറഞ്ഞ ബിൽഡ്സ് ആണെങ്കിലും SSD ഞാൻ പ്രൈമറിലി റെക്കമെൻഡ് ചെയ്യുന്നു. മിനിമം ഒരു 120GB എങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ചിപ്ട്രോണിക്സിന്റെ X310 ക്യാബിനറ്റ് ആണ് ആൻഡ് ആർട്ടിസ്റ്റ് ബ്രാൻഡിന്റെ 500 വാട്ട്സിന്റെ പവർ സപ്ലൈ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പെരിഫറൽസ് നോക്കുവാണെങ്കിൽ AOC ബ്രാൻഡിന്റെ 1619 SW മോഡലിന്റെ 3 മോണിറ്റേഴ്സ് ആണ് ഈ സെറ്റപ്പിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ട്രിപ്പിൾ മോണിറ്റർ സെറ്റപ്പ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നൈറ്റ് ഹോക്ക് കീബോർഡും എക്സ്മേറ്റ് ബ്രാൻഡിന്റെ മൗസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെഡ്സെറ്റ് നോക്കുവാണെങ്കിൽ കോസ്മിക് ബൈറ്റിന്റെ ആണ്. സോ ടോട്ടൽ പ്രൈസ് പറയുന്നത് 40,000 rupees ആണ്. സോ ഐ തിങ്ക് ഓൺലി PCയുടെ പ്രൈസ് ആണെന്ന് തോന്നി പറഞ്ഞേക്കുന്നത് 40,000. എല്ലാം ഇൻക്ലൂഡിംഗ് മോണിറ്റർ എന്തായാലും 40,000 വരാൻ ചാൻസ് ഇല്ല. സോ ഫോട്ടോസ് നമുക്ക് എന്തായാലും അധികം അയച്ചിട്ടില്ല. സോ ഉള്ളത് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് ഒരു ബിൽഡ് തന്നെയാണ്. സ്പെഷ്യലി ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ട്രിപ്പിൾ മോണിറ്റർ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിൽഡ് തന്നെയാണിത്. കേബിൾ മാനേജ്മെന്റ് എന്തായാലും കുറച്ചുകൂടെ ശ്രദ്ധിക്കാം, ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. സ്പെഷ്യലി ടോപ്പ് മൗണ്ടിംഗ് ടൈപ്പ് പവർ സപ്ലൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കേബിൾ മാനേജ്മെന്റ് കുറച്ചുകൂടെ നല്ലപോലെ അത് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള എയർ ഇൻടേക്ക് ഈ സെറ്റപ്പിൽ കാണുന്നില്ല, കംപ്ലീറ്റ്ലി എക്സോസ്റ്റ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. സോ അതൊരു പ്രോപ്പർ കോൺഫിഗറേഷൻ അല്ല. സോ 2 ഫാൻസ് ഇൻടേക്ക് ആയിട്ട് വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് ആദിത്യയുടെ. അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ 8GB RAM വേണേ അപ്ഗ്രേഡ് ചെയ്യാം. AM4 പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് പ്രോസസറും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഹയർ പ്രോസസർ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു B450 മദർ ബോർഡിലോട്ട് മാറുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇൻ കേസ് അപ്ഗ്രേഡ്സ് എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബേസിക് ബഡ്ജറ്റ് റേഞ്ച് നോക്കുമ്പോൾ നല്ലൊരു ട്രിപ്പിൾ മോണിറ്റർ ബഡ്ജറ്റ് സെറ്റപ്പ് ആണിത്. സോ അതായിരുന്നു നമ്മുടെ എൻട്രി ഫ്രം ആദിത്യ. സോ നെക്സ്റ്റ് എൻട്രി ഓൾസോ കമ്മിങ് ഫ്രം തൃശ്ശൂർ അയച്ചേക്കുന്നത് സഞ്ജു ആണ്. ഇത് പേർപ്പസ് പറയുന്നത് എഡിറ്റിംഗ് ആൻഡ് ഗെയിമിംഗിന് വേണ്ടിയാണ് ഈ PC യൂസ് ചെയ്യുന്നത്. പ്രോസസർ നോക്കുവാണെങ്കിൽ Ryzen 2200G ഓൺ MSI A320 Pro Max മദർ ബോർഡ്, G-Skillsന്റെ 16GB 3200 MHz RAM ആണ്. 16GB ഇൻ ടോട്ടൽ ഡ്യുവൽ ചാനൽ ആണ്. സോ അതൊരു നല്ല ചോയ്സ് ആണ്. സ്റ്റോറേജിന് 120GB SSD ഉണ്ട്, ഗിഗബൈറ്റിന്റെ ആണ്. 1TB 2 വെസ്റ്റേൺ ഡിജിറ്റൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ റീസെന്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1650 സൂപ്പർ ആണ് സോട്ടാക്കിന്റെ യൂസ് ചെയ്യുന്നത്. സോ ഇനിഷ്യലി ഒരു APU സെറ്റപ്പ് ആയിരുന്നു, പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത സെറ്റപ്പ് ആണ്. 60,000 rupees ആണ് ടോട്ടൽ ഇതിന്റെ ബഡ്ജറ്റ് പറയുന്നത്. കൂളർ മാസ്റ്ററിന്റെ ആണ് പവർ സപ്ലൈ. ക്യാബിനറ്റ് നോക്കുവാണെങ്കിൽ ആന്റി സ്പോർട്സിന്റെ ICE 300TG ആണ്. ഓവറോൾ എല്ലാം കണ്ടിട്ട് ഓക്കെ ആണ്. കേബിൾ മാനേജ്മെന്റും കുഴപ്പമില്ല. ക്യാബിനറ്റിന്റെ ഇൻസൈഡും അത്യാവശ്യം നല്ല ഡീസന്റ് കേബിൾ മാനേജ്മെന്റ് തന്നെയാണ്. ഈവൻ ടേബിളിന്റെ മേലെ നമുക്ക് കുറെ കേബിൾസ് കാണാമെങ്കിലും നീറ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കെട്ടി അറേഞ്ച് ചെയ്ത് മോണിറ്ററിന്റെ ബാക്കിൽ കൂടെയാണ് അത് റൗട്ട് ചെയ്തേക്കുന്നത്. സോ അത് വലിയ കുഴപ്പമൊന്നും പറയാനില്ല. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് എന്തായാലും കേബിൾസ് അധികം വിസിബിൾ ആയിട്ട് തോന്നുന്നില്ല. കംപ്ലീറ്റ് സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഒരു ഓക്കെ സെറ്റപ്പ് തന്നെയാണിത്. ടേബിളിന്റെ മേലെ കുറച്ച് സ്പേസ് നമുക്ക് കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു, അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എല്ലാ പാർട്സും കുറച്ച് ജാം പാക്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഒന്ന് കുറച്ച് സ്പ്രെഡ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാണാൻ. എന്തായാലും സെറ്റപ്പിലെ അപ്ഗ്രേഡ്സും കാര്യങ്ങളും എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വലുതായിട്ട് ഇതിലൊന്നും പറയാനില്ല. മെയിൻലി കുറച്ച് ഈ പറഞ്ഞ ഓർഗനൈസേഷൻ എല്ലാം ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ബെറ്റർ ആയിരിക്കും. ഓവറോൾ ഗുഡ് സെറ്റപ്പ്. അതായിരുന്നു നമ്മുടെ എൻട്രി ഫ്രം സഞ്ജു. ആൻഡ് നമ്മുടെ ഫൈനൽ എൻട്രി ഈസ് ഫ്രം കൊല്ലം. അയച്ചേക്കുന്നത് ആരോമലാണ്. കുറച്ച് പഴയ സ്പെക്കാണ്. ഇന്റലിന്റെ i3 3rd ജനറേഷൻ ബേസ്ഡ് ഒരു PC ആണ്. പ്രോസസർ യൂസ് ചെയ്യുന്ന ഇന്റൽ 3rd
ജനറേഷൻ i3-3220 മദർ ബോർഡ് എക്സാക്ട്ലി മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ LG 1155 സോക്കറ്റ് ബേസ്ഡ് ഒരു ബോർഡാണ്. 8GB HyperX RAM സ്റ്റോറേജ്, 2TB ഹാർഡ് ഡിസ്ക് ആണുള്ളത്. ആൻഡ് അഡീഷണലി SSD മെൻഷൻ ചെയ്തിട്ടില്ല. ഗ്രാഫിക്സ് കാർഡ് ഈ PC-യിൽ കാണുന്നത് GTX 1050യും പവർ സപ്ലൈ കോസന്റെ CV സീരീസിലുള്ള 550 വാട്ട്സിന്റെ പവർ സപ്ലൈ ആണ്. ക്യാബിനറ്റ് അത്യാവശ്യം നല്ലൊരെണ്ണമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. GeekBoZന്റെ C200 മോഡലാണ്. ആൻഡ് ക്യാബിനറ്റിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇൻടേക്കിന് വേണ്ടി ഒരു ഫാനും എക്സോസ്റ്റിന് വേണ്ടി 3 ഫാനുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു കറക്റ്റ് കോൺഫിഗറേഷൻ അല്ല. ഇൻടേക്കിന് വേണ്ടി 2 ആൻഡ് എക്സോസ്റ്റിന് വേണ്ടി 2 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻടേക്കിന് വേണ്ടി 3 സിംഗിൾ എക്സോസ്റ്റ് വേണം യൂസ് ചെയ്യാം. സോ എയ്തർ 2+2 അല്ലെങ്കിൽ 3+1 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അതിലോട്ട് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും, ബെറ്റർ എയർ ഫ്ലോയ്ക്ക് വേണ്ടി. ഡെല്ലിന്റെ 22 ഇഞ്ചിന്റെ മോണിറ്റർ ആണ്. S22165 മോഡൽ. സെബ്രോണിക്സിന്റെ കീബോർഡും മൈക്രോസോഫ്റ്റിന്റെ നോർമൽ മൗസും ആണ് പെരിഫറൽസ് യൂസ് ചെയ്യുന്നത്. സോ ഓവറോൾ ഇവന്തോ കുറച്ച് പഴയ കോൺഫിഗറേഷൻ ആണെങ്കിലും നല്ലതുപോലെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈവൻ കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. PC ഇനിയും കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. PC കുറച്ചുകൂടി നല്ലപോലെ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യണമെന്നാണ് പുള്ളി മെയിലിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ക്യാഷിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്തുകൊണ്ട് തട്ടിക്കൂട്ടി ഒരു സെറ്റപ്പ് ആണെന്നാണ് ആരോമൽ പറഞ്ഞേക്കുന്നത്. ഡിസംബറിൽ വന്നൊരു എൻട്രി ആണ്. സോ മേ ബി ഇതിൽ അപ്ഗ്രേഡ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വിചാരിക്കുന്ന പോലെ അപ്ഗ്രേഡ്സ് എല്ലാം നടക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്യണം. സോ ഇൻ കേസ് ഒരു കംപ്ലീറ്റ് അപ്ഗ്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ Intel 9100 ബേസ്ഡ് ഒരു PC നോക്കാം. വിത്ത് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇന്റലിന്റെ 10th ജനറേഷൻ പ്രോസസർ 10100Fഉം യൂസ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അപ്ഗ്രേഡ്സ് കംപ്ലീറ്റ് സെറ്റപ്പ് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ല ബഡ്ജറ്റ് ടൈറ്റ് ആണ്, സെയിം സിസ്റ്റം യൂസ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് ഒരു SSD അപ്ഗ്രേഡ് ചെയ്യുക, പിന്നെ ഒരു 8GB RAM ആൻഡ് പറ്റുവാണെങ്കിൽ ഒരു യൂസ്ഡ് നല്ലൊരു ക്വാഡ് കോർ പ്രോസസർ എങ്കിലും എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും ആൻഡ് കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. സോ എനിവേസ് അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൺസിഡർ ചെയ്യാം. നമുക്ക് അധികം ഫോട്ടോസ് ഒന്നും അയച്ചിട്ടില്ല, കുറച്ച് ലിമിറ്റഡ് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. സോ അതായിരുന്നു നമ്മുടെ എപ്പിസോഡ് 17ലെ ഫൈനൽ എൻട്രി ഫ്രം ആരോമൽ. സോ ഗൈസ്, തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് 17 ഇവിടെ കൺക്ലൂഡ് ആവുകയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. സോ ഇൻ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ നമ്മുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.